ഹാപ്പിനെസ് സ്റ്റാർ എന്താന്ന് നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ എന്താണ് ഹാപ്പിനെസ് സ്റ്റാർ? അല്ലെങ്കിൽ അതുകൊണ്ടുള്ള യൂസ് എന്താണ്? ഇതെങ്ങനെ ചെയ്യുന്നേ? നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമോ? എന്നൊക്കെയുള്ള കുറെ സംശയങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്താണ് ഹാപ്പിനെസ് സ്റ്റാർ അല്ലെ? ഞാൻ ഇവിടെ സെറ്റാക്കി ഒരു ഹാപ്പിനെസ് സ്റ്റാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഹാപ്പിനെസ് സ്റ്റാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മുടെ ഈ വീഡിയോന്റെ ലാസ്റ്റിലായിട്ട് ഞാൻ കാണിക്കാം. ലാസ്റ്റിലായിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തത്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഹാപ്പിനെസ് സ്റ്റാർ ആണ്. അപ്പൊ നമുക്കിത് എന്താണെന്ന് ആദ്യം പറയാം. ഇതിപ്പോ ഞാൻ എന്റെ വീട്ടിലുള്ളൊരു നോർമൽ ഒരു ടിന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഹാപ്പിനെസ് സ്റ്റാർ ആണ്. ഹാപ്പിനെസ് സ്റ്റാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത് നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഒരു വർഷം തുടങ്ങുന്ന ജനുവരിയിൽ വന്നിട്ട് നമ്മൾ ഈ ഹാപ്പിനെസ് സ്റ്റാർ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇപ്പം ജനുവരി കഴിഞ്ഞു പോയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്ന് പറഞ്ഞിട്ടൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. അതൊരു ഹാബിറ്റ് ആയിട്ട് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ രീതിയിലേക്ക് നമ്മളത് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അതിന്റെ യൂസ് എന്താണെന്ന് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ 2025 ജനുവരി സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ ടൈമിൽ ചെയ്തു വെച്ചതാണ്. ഇതിലേക്ക് ഞാനിപ്പോ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. കാര്യം എനിക്ക് ഒരു ഹാപ്പി മൊമെന്റ്സ് വന്നിട്ടില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഹാപ്പിനെസ് സ്റ്റാർ എന്താണെന്നുള്ളത്. ഹാപ്പിനെസ് സ്റ്റാറില് നമ്മുടെ അതായത് ഒരു വർഷം നമ്മുടെ 2025 ജാനിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത്. ആ വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളിത് ചെയ്തു വെക്കുന്നത്. എന്നിട്ട് അതായത് ആ വർഷം തീരുന്നത് വരെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള അതായത് ഓരോ ഡെയിലും ചിലപ്പം എല്ലാ ദിവസവും ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന ആൾക്കാരുണ്ടാവും. ഇല്ല, എനിക്കൊന്നും അങ്ങനെ അല്ല കേട്ടോ. എല്ലാ ദിവസവും ഒന്നും കിട്ടത്തൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ എന്നാലും നമ്മുടെ ഇത്രയും ഒരു വർഷത്തിന്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം വന്നിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസണിന്റെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഗോള് നമുക്ക് അച്ചീവ് ചെയ്തതിന്റെ ഇതിലായിരിക്കാം. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ പാരന്റ്സ് നമുക്ക് വാങ്ങിത്തന്നതായിരിക്കാം. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ള. അപ്പം അങ്ങനെ നമ്മുടെ ലൈഫില് ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് ഏതൊക്കെ ദിവസമാണോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത് ആ ഹാപ്പി മൊമെന്റ്സ് നമ്മൾ ഇതിൽ എഴുതിയിടും. ഓക്കെ, അതിപ്പോ സ്റ്റിക്കി നോട്ട്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഒന്നും വേണം, സാധാ നോർമൽ ബുക്ക് പേപ്പറിൽ പെന്ന് വെച്ചിട്ടോ സ്കെച്ച് വെച്ചിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ക്രിയേറ്റീവ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഡിസൈനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു കുഞ്ഞു പേപ്പർ എടുക്കുക. ഒരു സ്ക്വയറിലുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് ആ പേപ്പറിൽ ഇപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് വെച്ചു. എന്താ ചെയ്യുക, ഞാൻ ഇന്ന് ആ ഒരു സ്ക്വയർ പേപ്പർ സ്റ്റിക്കി നോട്ട് ഓർ എന്തെങ്കിലും ഒരു പേപ്പർ, ഓക്കെ, ഒരു വൈറ്റ് പേപ്പർ, ആ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇന്നത്തെ ഡേറ്റ് ആദ്യം ഇടും. ഓക്കെ, നമ്മുടെ രീതിയിൽ നമ്മുടെ ലാംഗ്വേജ് മലയാളം ഓർ ഇംഗ്ലീഷ്, ഹിന്ദി, നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ അത്. ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അതിൽ വന്നിട്ട് ജസ്റ്റ് ആ ഒരു ഡേ ആ ഒരു ഹാപ്പിനെസ്സിനെ നമ്മൾ ഓർക്കുന്ന രീതിക്ക് ജസ്റ്റ് അതൊരു കുഞ്ഞൊരു ക്യാപ്ഷൻ പോലെ ഒരു ചെറിയ രീതിക്ക് ഒരു സ്മോൾ നോട്ട് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കുറിച്ചിടുക. എന്നിട്ട് അത് ജസ്റ്റ് റോൾ ചെയ്യുക, അല്ലെങ്കിൽ മടക്കി ഇടുകയോ 4ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ ഈ ടിന്നിനടുത്തേക്ക് ഈ ജാറിനകത്ത് ഹാപ്പിനെസ് ജാർ തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് ഇട്ട് വെക്കുക. ഓക്കെ, അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ പിന്നീട് അത് ഓപ്പൺ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ഇത്രയും ഒരു വർഷത്തിന്റെ ഇടയിൽ ഈ 2025 നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ഇതുപോലുള്ള ഹാപ്പി മൊമെന്റ്സ്, അതായത് നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുള്ള ദിവസം വരുന്നത്, ആ ദിവസത്തിലെ കാര്യങ്ങൾ ജസ്റ്റ് ഡേറ്റ് ഇട്ടിട്ട് അതെന്താണോ നിങ്ങൾക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിക്ക്, പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിക്ക് ജസ്റ്റ് കുറിച്ചിടുക. അങ്ങനെ കുറിച്ചിടുന്നത് കൊണ്ടുള്ള ഇപ്പൊ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ഇത് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർഷത്തില് ആ വർഷം തീരാറാകുന്നതിന് ഒരാഴ്ച മുന്നേ, ഒരു 1 വീക്ക് മുന്നേ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ ഡിസംബർ 31 ഓപ്പൺ ചെയ്യാം, എപ്പ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അങ്ങനെ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഓരോന്നും എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ വർഷത്തെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഭയങ്കര ഹാപ്പിനെസ് മൊമെന്റ്സ് തന്നിട്ടുള്ള, ഹാപ്പിനെസ് ഡേയ്സ് തന്നിട്ടുള്ള, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസം തന്നിട്ടുള്ള ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഒന്ന് റീക്യാപ്പ് ചെയ്ത് ഓർക്കാനും ആ ഒരു വർഷത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ആ ഒരു വർഷം തീരുന്ന ടൈമിൽ നമ്മുടെ മൈൻഡിൽ ഫുൾ നമുക്ക് എന്തൊക്കെ വിഷമങ്ങൾ നമുക്ക് ആ ഒരു ഇയർ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മുടെ ഈ ഹാപ്പിനെസ് നിറഞ്ഞിട്ടുള്ള ഈ ഹാപ്പിനെസ് ജാറിലുള്ള സംഭവങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ലൈഫിലേക്ക്
ആ ഒരു മൊമെന്റ്, ആ ഒരു ഡിസംബർ, ആ ഒരു ഇയർ തീരുന്ന ടൈമിലേക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ആ വർഷം എങ്ങനെ ആയിരുന്നു. റെഡ് പേപ്പേഴ്സിന്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ 2025 എന്ന് പറയുന്നത് ഇപ്പൊ ഈ വർഷത്തിലാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ 2025 ഈ വർഷത്തിൽ നമുക്ക് ഒത്തിരി ഹാപ്പിനെസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അധികം ഹാപ്പിനെസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാത്ത് അത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു വേയിലൂടെ അല്ല നമ്മൾ പോകുന്നേ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമുക്ക് ഒത്തിരി ഹാപ്പിനെസ് തരുന്ന ആൾക്കാരല്ല. ഒന്ന് മാറി പോകണം, അല്ലെങ്കിൽ ഒന്ന് മാറി നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ റൂട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് വിടണം അടുത്ത വർഷത്തേക്ക്. എന്നാലും നമ്മുടെ ഈ ഹാപ്പിനെസ് സ്റ്റാറിൽ നിറയുന്ന രീതിക്കുള്ള ഹാപ്പിനെസ് എല്ലാവർക്കും കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു തിരിഞ്ഞു നോട്ടാണ് ശരിക്കും. നമുക്ക് നമ്മുടെ ഒരു വർഷത്തെ നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം കൂടിയാണിത്. അപ്പൊ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ ഞാനിത് എങ്ങനെ ചെയ്തേ എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ഈ വീഡിയോന്റെ ലാസ്റ്റിലായിട്ട് ഞാനിപ്പോ ആഡ് ചെയ്യാം. ഓക്കെ.